അദ്ദേഹം പറയുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഇതിനു മുൻപും പല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ FIR ഉണ്ട്, കേസെടുത്തിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. അത് 2022 നമ്മുടെ FIR നമ്പർ 1090 2022 കേസാണ്. ആ കേസ് പ്രകാരമുള്ളത് അദ്ദേഹം അന്ന് ഒരു പ്രൈവറ്റ് വാഹനമാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ആ പ്രൈവറ്റ് വാഹനം ഏതാണ്ട് RMSൻ്റെ മുന്നിലെത്തുമ്പോൾ ഒരു KSRTC വാഹനത്തിൽ തന്നെ ഇടിക്കുകയും KSRTC വാഹനം മറ്റൊരു കാറിൽ ഇടിക്കുകയും അതിൽ പരിക്കേറ്റ് ഒരു സ്ത്രീ തന്നെ അദ്ദേഹത്തിനെതിരെ ഇതിനു മുൻപ് 2022 പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ തന്നെ യാത്രക്കാരിയായിരുന്ന ഒരു സ്ത്രീ അവർക്ക് അപകടം പറ്റിയതായിട്ടൊക്കെ FIR റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഓടിച്ചിരുന്ന അന്നത്തെ പ്രൈവറ്റ് വാഹനം എന്ന് പറയുന്നത് KL 59F 7074 എന്ന് പറയുന്ന വാഹനമാണ്. അദ്ദേഹം ഓടിച്ചിരുന്ന വാഹനത്തിൻ്റെ നമ്പർ KL 59F 7077. അദ്ദേഹം ഇടിച്ച KSRTC ബസ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് KL 23T 2323 എന്ന് പറയുന്ന നമ്പറാണ്. KL 23T 2023 എന്ന് പറയുന്ന വാഹനത്തിലാണ് അദ്ദേഹം കൊണ്ടിടിക്കുകയും അതിനെ തുടർന്നുകൊണ്ട് അദ്ദേഹം ഒരു സ്ത്രീ തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ ഇത് മാത്രമല്ല, പേരൂർക്കട സ്റ്റേഷനിലും അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയുണ്ട്. അതും ഈ പോലീസ് പരിശോധനയിൽ അദ്ദേഹം അലക്ഷ്യമായി വാഹനം ഓടിക്കുകയും അതിനെ തുടർന്ന് 2017 2369 എന്ന് പറയുന്ന FIR നമ്പർ പ്രകാരമുള്ള കേസാണ്. വകുപ്പ് ചുമത്തിയിരിക്കുന്നത് 279 അപ്പോൾ ഇത് നിരന്തരമായി അദ്ദേഹം ഒരു റഫ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഒരു അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കാൻ പോയ കാര്യം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഈ ചാനലിൽ പറയുന്നത് പോലെ സൈഡ് തരാത്ത വിഷയവുമായി ബന്ധപ്പെട്ടല്ല. അതൊരു കോമൺ സെൻസിൻ്റെ ഭാഗമാണല്ലോ. ഏതെങ്കിലും ഒരു വ്യക്തി സൂപ്പർ ഫാസ്റ്റ് ബസ്സിനോടൊപ്പം മത്സരിച്ച് പ്രത്യേകിച്ചും ജനപ്രതിനിധികളായിരിക്കുന്ന ഞങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിനോടൊപ്പം മത്സരിച്ച് ഞങ്ങൾക്ക് സ്ഥലം തന്നില്ല എന്ന് പറഞ്ഞ് തർക്കിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഞങ്ങളുടെ ഭാഗം ഇതാണ്. എനിക്കപ്പുറം ഈ അദ്ദേഹത്തിൻ്റെ ലൈംഗിക ചേഷ്ട കണ്ട എൻ്റെ സഹോദരൻ്റെ ഭാര്യ വേണമെങ്കിലും നിങ്ങളോട് സംസാരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹം കാണിച്ചിട്ടുള്ള ആംഗ്യം എത്ര തന്നെ അദ്ദേഹം സാധൂകരിക്കാൻ ശ്രമിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ മാത്രമല്ല, നാളെ മറ്റ് ആളുകൾക്കും സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. അതുകൊണ്ട് മാത്രമാണ് പ്രതികരിച്ചത്. അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഞങ്ങൾക്ക് നിയമപരമായി മാത്രം ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്താൽ മതി. പക്ഷേ അദ്ദേഹം ഇതൊരു ലൈംഗികകരമായ ഒരു വിഷയമായി അതിനെ കാണുകയും രണ്ട് സ്ത്രീകൾ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ രീതിയിൽ അദ്ദേഹം കാണിച്ചതിനെ തുടർന്നുകൊണ്ടാണ് ഞങ്ങൾ അതിന് പ്രതികരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതും വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതികരണമല്ല. അദ്ദേഹത്തിൻ്റെ തന്നെ ഇന്നലെ തന്നിട്ടുള്ള പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നു, സാബല്യം കോംപ്ലക്സിൻ്റെ മുന്നിൽ റെഡ് സിഗ്നൽ ആയിരുന്നു, അവിടെ എല്ലാ വാഹനങ്ങളും നിർത്തിയിട്ടിരുന്നു, ആ സമയത്താണ് ഞങ്ങൾ സംസാരിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇല്ല, അതൊക്കെ തെറ്റായ കാര്യമാണ്. അതൊക്കെ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഞങ്ങൾ ചെയ്യുന്ന കാര്യമല്ല. അങ്ങനെ ചെയ്തിട്ടുമില്ല. പോലീസ് വന്നതിന് ശേഷമാണ് അദ്ദേഹം തന്നെ വാഹനത്തിന് താഴെ ഇറങ്ങിയത്. അതിനുശേഷമാണ് അവിടെ നിന്ന് ആളുകളെല്ലാം താഴെ ഇറങ്ങുന്നത്. പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നറിയുമ്പോഴാണ് യാത്രക്കാർ ഇറങ്ങിയിട്ടുള്ളത്. യാത്രക്കാർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും അത് ശരിയായ ഒരു കാര്യമല്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തെ ഇറക്കിയതിന് ശേഷമാണ് യാത്രക്കാർ അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ ഓടിക്കൂടിയ ആളുകൾ തന്നെ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ സംസാരിക്കരുത്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയുക എന്ന് പറയുമ്പോഴെല്ലാം അദ്ദേഹം വളരെ അരഗൻ്റായിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് തന്നെ എനിക്ക് തരാനുള്ളൊരു അഭ്യർത്ഥന, എനിക്ക് പറയാനുള്ളൊരു അഭ്യർത്ഥന, ഞങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും ഇന്നലെ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും രണ്ടും ക്രോസ് ചെക്ക് ചെയ്താൽ തന്നെ അദ്ദേഹം കള്ളം പറയുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളോട് വളരെ മോശമായ രീതിയിൽ, വളരെ ഒരു പബ്ലിക്കിനോട് പോലും സംസാരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അത് ശരിയായ രീതിയല്ല. അതിനുശേഷം ഒരു സ്റ്റോറി ഉണ്ടാക്കി, ഒരു കഥയുണ്ടാക്കി ഇതിനെല്ലാം ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് ദയവായി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് റോഡ് സൈഡ് തരാത്തൊരു പ്രശ്നമൊന്നുമല്ല, അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗവുമല്ല ഈ വിഷയം എന്നുള്ളത് ദയവായി നിങ്ങൾ സമൂഹത്തിൽ അത് പറയണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം സ്ത്രീകൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളത് ദയവായി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്.